അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് സാക്ഷാൽ ബിർ പുണ്യം ആരുടെ പുണ്യമാണ്? വ അഖാമസ്സല നിസ്കരിച്ചവൻ്റെ പുണ്യം എന്നല്ല, വസല്ല എന്നല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. സല്ല എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചു, വസല്ല എന്നല്ല പറഞ്ഞത് നിസ്കരിക്കുകയും ചെയ്തവൻ്റെ പുണ്യം എന്നല്ല പറഞ്ഞത്. പിന്നെയോ വ അഖാമസ്സല നിസ്കാരം ഇഖാമത്ത് ചെയ്തവൻ, അതാണ് അള്ളാഹുവിൻ്റെ പ്രയോഗം. നിസ്കാരം ഇഖാമത്ത് ചെയ്യുക. അഖാമ അതിൻ്റെ മസ്ദറാണ് ഇഖാമത്ത്. ഇഖാമത്ത് ശരിയാക്കലാണ്, നേരാവിധം ആക്കലാണ്, യഥാവിധം ചെയ്യലാണ്. വക്രമായത് വളഞ്ഞത് നിവർത്തലാണ് ഇഖാമത്ത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വസല്ല എന്ന് പറയാതെ വ അഖാമസ്സല എന്ന് പറഞ്ഞു. നിസ്കാരം യഥാവിധം നിർവഹിക്കുകയും നേരായി നിർവഹിക്കുകയും ചെയ്തവൻ്റെ പുണ്യമാണ് പുണ്യം എന്നാണ് പറയുന്നത്. അതിവിടെ മാത്രമല്ല, ഇവിടെ മാത്രമല്ല. അപ്പം നമ്മൾ ഈ കൂർവ മനസ്സിലാക്കാൻ വേണ്ടി വന്ന ആയത്തുകളെ 43, 83, 110, 277 ഇതൊക്കെ കണ്ടല്ലോ. അതിലൊക്കെയും എന്താ പ്രയോഗം? വ അഖാമുസ്സല വ ആത്തുസ്സക. അങ്ങനെയല്ലേ നമ്മൾ വായിച്ചത്? സൂറത്തുൽ ബഖറൻ്റെ തുടക്കത്തിൽ നമ്മൾ മുത്തഖീങ്ങളെ വിശദീകരിച്ചപ്പോൾ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വ യുഖീമൂനസ്സല വ മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവിടെ വ യുഖീമൂനസ്സല വ യുസല്ലൂൻ എന്നല്ല, പിന്നെ വ യുഖീമൂനസ്സല എന്നാണ് പ്രയോഗിച്ചത്. എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പ്രയോഗിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് എന്തുകൊണ്ട് ഇങ്ങനെ കൽപ്പിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളിലും ഇങ്ങനെയാണ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ ഇഖാമിസ്സല. ഇഖാമിസ്സല എന്നാണ് പ്രയോഗം. നിസ്കാരം നേരെ നിർവഹിക്കുക, യഥാവിധം നിർവഹിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഈ ഒരു ശരീഅത്തിൻ്റെ വിഷയം മാത്രമല്ല. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഖലീലുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ ദുആ എന്താ? വിശുദ്ധ ഖുർആൻ നമ്മൾ വായിക്കുന്നത് റബ്ബി ജഅൽനി മുഖീമസ്സല. റബ്ബെ, നീ എന്നെ നിസ്കാരം യഥാവിധം നിർവഹിക്കുന്നവനാക്കണമേ, യഥാവിധം നിസ്കരിക്കുന്നവനാക്കണമേ എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ. അള്ളാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് നേരിട്ട് സംവദിച്ചപ്പോൾ വ അഖീമിസ്സലാത ലിദിക്രി എന്നാണ് പറഞ്ഞത്. വ അഖീമിസ്സല, നിസ്കാരം യഥാവിധം നിർവഹിക്കുക എന്നാണ് പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ അഖീമു, അഖീം ഇങ്ങനെയുള്ള കൽപ്പനകൾ. വൽ മുഖീമീനസ്സല, വൽ മുഖീമീനസ്സല. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തുക്കളെ പരിചയപ്പെടുത്തുമ്പോൾ അവരെക്കുറിച്ച് പറയുന്നത് വൽ മുസല്ലൂൻ എന്നല്ല, അല്ലെങ്കിൽ വൽ മുസല്ലീൻ എന്നല്ല, പിന്നെ വൽ മുഖീമീനസ്സല ഇങ്ങനെയാണ്. അപ്പോൾ ആ ഒരു വിഷയം ഇവിടെ നമ്മൾ പ്രത്യേകം വായിക്കാൻ, അതാണ് ഉദ്ദേശം. ഒരു ദിവസം നമ്മുടെ നിസ്കാരങ്ങൾ എത്രയാണ്? ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ അഖാമസ്സല എന്ന് പറയുമ്പോൾ നമുക്ക് നിസ്കാരം ഫർദായവയുണ്ട്, സലാത്തുൽ മക്തൂബ നിർബന്ധ നിസ്കാരങ്ങൾ. പിന്നെ നിസ്കാരങ്ങളിൽ നമുക്ക് റാത്തിബത്തായിട്ടുള്ള നിസ്കാരങ്ങളുണ്ട്. ഫർദ് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമായിട്ട് നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ. സുബഹിൻ്റെ മുമ്പ് 2, ദുഹൂറിന് മുമ്പ് 4, ദുഹൂറിന് ശേഷം 2, മഗ്രിബിക്ക് ശേഷം 2, ഇശയ്ക്ക് ശേഷം 2. അതാണ് റാത്തിബത്തായ നിസ്കാരങ്ങൾ. നമുക്ക് ഇതര നവാഫിലുകളുണ്ട്. നാഫിലത്ത്, വിത്ർ നിസ്കാരം, ദുഹ നിസ്കാരം, അതേപോലെ മറ്റു ബാബൈനൽ അദാനൈൻ നിസല, ബാങ്കിൻ്റെയും ഇഖാമത്തിനും ഇടയിലുള്ള 2 റക്അത്ത് നിസ്കാരം, വുദു ചെയ്താലുള്ള നിസ്കാരം, അതേപോലെ അസറിന് മുമ്പുള്ള 4 റക്അത്ത് നിസ്കാരം. റഹിമല്ലാഹു ഇംറഅൻ സല്ല ഖബലൽ അസ്രി 40. അസറിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കുന്നവർക്ക് അള്ളാഹിൻ്റെ റഹ്മത്ത് ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ ചില നിവേദനങ്ങളിൽ ദഖൽ ജന്ന, അങ്ങനെ നിസ്കരിക്കുന്നവൻ സ്വർഗത്തിൽ പോയി എന്നൊക്കെ പറയുന്ന നിസ്കാരങ്ങൾ, നവാഫിലുകൾ അതിൻ്റെ ഉദാഹരണമാണ്. ഈ നിസ്കാരങ്ങളൊക്കെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് നിസ്കാരം എന്ന് പറഞ്ഞില്ല, വ അഖാമസ്സല എന്ന് പറഞ്ഞത്. സല എന്ന് പറഞ്ഞെങ്കിൽ ഫർദ് നിസ്കാരവും റാത്തിബത്തായിട്ടുള്ള സുന്നത്ത് നിസ്കാരവും നാഫിലത്തായിട്ടുള്ള സുന്നത്ത് നിസ്കാരവും ഒക്കെ എല്ലാ നിസ്കാരവും പെട്ട്. ചില നിസ്കാരങ്ങളെക്കുറിച്ച് പറയും അത് ഫർദ് ഐനാണ്, ഫർദ് കിഫായയാണ്. ഫർദ് ഐൻ, പിന്നെ ഫർദ് കിഫായ. ഫർദ് ഐൻ എന്ന് പറഞ്ഞെങ്കിൽ ഓരോ വ്യക്തികൾക്കും അവരുടെ മേൽ ബാധ്യതയായിട്ടുള്ള നിസ്കാരം, ദുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശ, സുബ്ഹി, ജുമുഅ, ഇങ്ങനെയുള്ള നിസ്കാരങ്ങൾ. ഫർദ് കിഫായ എന്ന് പറഞ്ഞെങ്കിൽ സമൂഹത്തിൽ ചിലർ നിസ്കരിച്ചാൽ എല്ലാവരും കുറ്റവിമുക്തരാകുന്ന
വിധിയുള്ള നിസ്കാരങ്ങൾ. ഇപ്പോൾ അതിന് ഉദാഹരണമായിട്ട് പണ്ഡിതന്മാർ ജനാസ നിസ്കാരം പറയും. ജനാസ നിസ്കാരം ചിലർ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ബാധ്യതാമുക്തരായി, ആരും നിസ്കരിച്ചില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. അതിനാണ് അങ്ങനത്തെ നിസ്കാരങ്ങൾക്കാണ് ഫർദ് കിഫായ എന്ന് പറയാം. നിസ്കാരം ഏതാകട്ടെ, നിസ്കരിക്കുമ്പോൾ നിസ്കാരം ഇഖാമത്ത് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. അതാണ് ഇവിടെ നമുക്ക് ഈ ഒരു സമയം പ്രത്യേകം നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വിഷയം. എങ്ങനെയാണ് നിസ്കാരത്തിൻ്റെ ഇഖാമത്ത്, എപ്പോഴാണത് സാധ്യമാകുക? നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ, അതേപോലെ തന്നെ നിസ്കാരത്തിൻ്റെ റുക്കുനുകൾ, അതേപോലെ നിസ്കാരത്തിലെ വാജിബുകൾ, നമ്മൾ ഇതൊക്കെ പഠിച്ച് പ്രാവർത്തികമാക്കുമ്പോഴാണ് നിസ്കാരത്തിൽ ഇഖാമത്താവുക. അതേപോലെ തന്നെ നിസ്കാരത്തിൽ പറയപ്പെട്ട ഖുശൂ, ഭക്തി, അതേപോലെ തന്നെ നിസ്കാരത്തിൽ ഉണ്ടാകേണ്ട ഖുദൂ, ഭവ്യത, ഒതുക്കം, അതേപോലെ തന്നെ നിസ്കരിക്കുന്നവനുണ്ടാകേണ്ടതായ ഇഖ്ലാസ്, ആത്മാർത്ഥത, അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹുവിന് എന്നുള്ള ബോധത്തിൽ, അതാണ് ഇഹ്സാൻ, ഇതിനൊക്കെ ഉൾക്കൊള്ളുന്നതാണ്. നമ്മൾ അള്ളാഹിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നു എന്ന നിലക്കുള്ള പേടി, പ്രവൃത്തി, ഇബാദത്ത്, ഇതൊക്കെയാണ് നിസ്കാരം ഇഖാമത്തിന് അടിസ്ഥാനം, അത്യന്താപേക്ഷിതം. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ പലരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ അറിയില്ല. നിസ്കാരത്തിൻ്റെ റുക്കുനുകൾ വശല്ല. ഷർത്തില്ല എങ്കിൽ നിസ്കാരം ഉണ്ടോ യഥാർത്ഥത്തിൽ? റുക്കിന് ഇല്ല എങ്കിൽ നിസ്കാരം ഉണ്ടാകുമോ? വാജിബുകൾ നഷ്ടപ്പെട്ടാൽ സഹ്വിൻ്റെ സുജൂദ് അത് പരിഹരിക്കും. പക്ഷേ ഷർത്തും റുക്കിനൊക്കെ യഥാവിധാകണ്ടേ നിസ്കാരത്തിൽ? അപ്പോൾ ഈ ഒരു വിഷയം അത് നമ്മൾ ശരിക്ക് പഠിക്കേണ്ടതും നിസ്കാരത്തിൽ സൂക്ഷിക്കേണ്ടതുമായിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോഴാണ് നമ്മൾ നിസ്കാരം യഥാവിധം നിർവഹിച്ചവരാവുക. അതില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളോട് പറഞ്ഞില്ലേ, സല്ലി ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ മടങ്ങിപ്പോയി നിസ്കരിക്ക്, നീ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അയാൾ നിസ്കരിച്ചു. ഒരു വ്യക്തി വന്നു, അയാൾ നിസ്കാരം അയാളുടെ ഭാഷയിൽ നിർവഹിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നിസ്കാരത്തിന് സാക്ഷിയായപ്പോൾ പറഞ്ഞത് മടങ്ങിപ്പോയിട്ട് നിസ്കരിക്കാനാണ്, നിസ്കരിച്ചിട്ടില്ല എന്നാണ് അയാളോട് പറഞ്ഞത്. വീണ്ടും അയാൾ പോയിട്ട് അയാൾ ഉപരിപ്ലവമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി എന്നാണ് പറഞ്ഞത്. നീ പോയി നിസ്കരിക്ക്, നീ നിസ്കരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അയാൾ പഠിപ്പിച്ചു തരാൻ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഥാവിധം നിസ്കരിക്കാനുള്ള വഴി പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ വിഷയം ഗൗരവമാണ്. ഉപരിപ്ലവമായിട്ട് നിസ്കരിക്കുകയാണെന്ന് കാണിച്ചാൽ പോരാ, യഥാവിധം നിസ്കാരം വരണം. അതിനെന്ത് വേണം? നമ്മൾ നിസ്കാരത്തിൻ്റെ വിഷയങ്ങൾ പഠിക്കണം. നിസ്കാരം നിയ്യത്തോട് കൂടിയിട്ട് തക്ബീറത്തിൽ ഇഹ്റാമിൽ തുടങ്ങിയ ചില പ്രവൃത്തികളാണ്, ചില മൊഴികളാണ്. ആ പ്രവൃത്തികളെന്ത്, ആ മൊഴികളെന്ത്, അത് നമ്മൾ ശരിക്ക് അതിൻ്റെ ആ കൃത്യതയിൽ പഠിക്കുക തന്നെ വേണം. അപ്പോഴാണ് നമ്മുടേത് നിസ്കാരം ഇഖാമത്ത് ചെയ്തതാവുക എന്നാണ് ഇവിടെ ഉണർത്താനുള്ളത്. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ ചില ഫുഖഹാക്കളത് 9 എണ്ണം എണ്ണി, റുക്കുനുകൾ 14 എണ്ണം എണ്ണി, വാജിബുകൾ 8 എണ്ണം എണ്ണി. പിന്നെ നിസ്കാരത്തിൻ്റെ സുനനുകളുണ്ട്, സുന്നത്തുകൾ. അത് അസുനൻ അൽ ഫിഅലിയ, പ്രവൃത്തിയാൽ നമ്മൾ ചെയ്യേണ്ട സുന്നത്തുകളുണ്ട്. അതേപോലെ തന്നെ സുനനുൽ ഖൗലിയ, വാക്കായിട്ട് നമ്മൾ ഉച്ചരിക്കേണ്ട, ചൊല്ലേണ്ട സുന്നത്തുകളുമുണ്ട്. സുന്നത്തുകൾ 2 രീതിയിലുണ്ട്, വാക്കായും പ്രവൃത്തിയായും നിർവഹിക്കപ്പെടേണ്ടവ. പക്ഷേ പ്രധാനം മുഖ്യവുമായിട്ടുള്ള വിഷയം എന്താണ്? ഈ ഷർത്തുകളും റുക്കുനുകളും വാജിബുകളുമാണ്. ഇസ്ലാം, അതേപോലെ തന്നെ ബുദ്ധി ഉണ്ടാവുക, വകതിരിവെത്തുക, തമ്മീസ്, അതേപോലെ തന്നെ റഫുൽ ഹദസ്, അശുദ്ധി വലുതും ചെറുതും അത് പിന്നെ അതിൽ നിന്ന് ശുദ്ധമാവുക, പിന്നെ ഇസാലത്തുൻ നജാസ, നിസ്കരിക്കുന്നവൻ്റെ വസ്ത്രം, നിസ്കരിക്കുന്നവൻ്റെ ശരീരം, നിസ്കരിക്കുന്ന സ്ഥലം അത് നജസിൽ നിന്ന് മുക്തമാവുക, അത് നജസ് ഉണ്ടെങ്കിൽ പോക്കുക, നിസ്കരിക്കുന്നവൻ ഔറത്ത് മറക്കുക, ആണിനും പെണ്ണിനും പ്രത്യേകം ഔറത്താണ്, അത് മറക്കുക, ഖിബ്ലക്ക് അഭിമുഖമാവുക, നിസ്കരിക്കാനുള്ള സമയം ആവുക, പിന്നെ നിയ്യത്ത്, ഇങ്ങനെയുള്ള ഷർത്തുകൾ. അതേപോലെ തന്നെ നിസ്കാരത്തിൻ്റെ റുക്കുനുകൾ, കഴിവുള്ളവർ നിൽക്കുക, തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കുക, സൂറത്തുൽ ഫാത്തിഹ ഓതുക, പിന്നെ റുക്കൂ ചെയ്യുക, റുക്കൂയിൽ തല ഉയർത്തുക, ഇഅ്തിദാൽ ചെയ്യുക, പിന്നെ സുജൂദ് ചെയ്യുക, സുജൂദിൽ തല ഉയർത്തുക, എന്നിട്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കുക, ക്രമപ്രകാരം ഓരോ കർമ്മങ്ങളും റുക്കുനുകളും നിർവഹിക്കുക,
ഓരോ കർമ്മം ചെയ്യുമ്പോഴും അതിൽ അടക്കവും ഒതുക്കവും തുമനീനത്തുണ്ടാവുക. അതേപോലെ അവസാനത്തെ തശഹൂദിന് വേണ്ടി ഇരിക്കുക, അവസാനത്തെ തശഹൂദ് അത് നിർവഹിക്കുക, സലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് പേരിൽ നിർവഹിക്കുക, സലാം വീട്ടുക, 2 സലാം, ഇതൊക്കെയാണ് ഈ റുക്നുകൾ. അതേപോലെ വാജിബുകൾ, തക്ബീറത്തുൽ ഇഹ്റാം ഒഴിച്ചുള്ള ബാക്കി ഉള്ള തക്ബീറുകൾ, തക്ബീറാത്തുൽ ഇന്തിഖാൽ എന്ന് പറയും. നമ്മൾ റുക്കുവിലേക്ക് പോകുമ്പോഴുള്ള തക്ബീർ, സുജൂദിലേക്ക് പോകുമ്പോഴുള്ള തക്ബീർ, സുജൂദിൽ നിന്ന് തല ഉയർത്തുമ്പോഴുള്ള തക്ബീർ, ഇങ്ങനെയുള്ള തക്ബീറാത്തുൽ ഇന്തിഖാൽ. അതേപോലെ സമി അല്ലാഹു ലിമൻ ഹമീദ എന്ന് പറഞ്ഞ് തല ഉയർത്തൽ, റബ്ബന ലക്കൽ ഹംദ് എന്ന് പറയൽ, റുക്കുവിൽ സുബ്ഹാൻ റബ്ബിയൽ അദീം തസ്ബീഹ് ചൊല്ലൽ, സുജൂദിൽ സുബ്ഹാൻ റബ്ബിയൽ അല തസ്ബീഹ് ചൊല്ലൽ, സുജൂദുകൾക്കിടയിലിരിക്കുമ്പോൾ റബ്ബി ഗഫിർലി എന്ന് ചൊല്ലൽ, 2 തശഹുദുള്ള നിസ്കാരത്തിൽ ഒന്നാമത്തെ തശഹൂദ് അതിനുവേണ്ടി ഇരിക്കലും അതിൽ തശഹൂദ് നിർവഹിക്കലും, ഇതൊക്കെ നിസ്കാരത്തിൻ്റെ വാജിബുകൾ. ഏതായാലും ഞാനിവിടെ അത് സവിസ്തരം എഴുതി പഠിപ്പിക്കുന്നില്ല, പക്ഷേ ഞാനത് ഓർമ്മയിലേക്ക് ഇടുകയാണ്. നമ്മളത് അത്യന്താപേക്ഷിതാണ് മനസ്സിലാക്കൽ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലൻ്റെ ഈ ആവർത്തിച്ചുള്ള പ്രയോഗം സൂറത്തുൽ ബഖറയിൽ തന്നെ നമ്മൾ എത്ര തവണയാണ് നിസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ യുഖീമൂന, അഖീമു, അഖാമ ഈ പ്രയോഗങ്ങൾ വായിച്ചത്. അപ്പോൾ അതെന്താണ് തേടുന്നത്? ഈ ആവർത്തനം എല്ലായിടത്തും ഇങ്ങനെ പറയുമ്പോൾ ആ പ്രയോഗം നമ്മളോട് പറയുന്നത് എന്താണ്? നിസ്കരിക്കാനല്ല കൽപ്പിക്കുന്നത്, പിന്നെയോ നിസ്കാരം യഥാവിധമാക്കുവാനാണ് കൽപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബോധനം എന്ത്? ഇത് നമ്മൾ മനസ്സിലാക്കാനാണ്. അങ്ങനെ നമ്മൾ നിസ്കരിക്കുമ്പോഴാണ് നിസ്കാരം വജുഇലത് ഖുർറത്തു ഐനി ഫി സ്വലാ എന്ന് പറഞ്ഞില്ലേ, നിസ്കാരത്തിലാണ് എൻ്റെ കൺകുളിർമ എന്ന് പറഞ്ഞില്ലേ. നിസ്കാരത്തിൻ്റെ ഫലം ഇവിടെ കിട്ടുക. നിസ്കാരം നമ്മുടേത് ഫലം കൊയ്യുന്ന നിസ്കാരം. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നീചവൃത്തികളെ വിലക്കുന്ന, തിന്മകളെ ചെറുക്കുന്ന മഹൽ കർമ്മമാണ് നിസ്കാരം. നിസ്കാരം നമ്മുടേത് അതിനുപയുക്തമാകൽ അപ്പോഴാണ്. നിസ്കാരക്കാർക്ക് വാഗ്ദാനം ചെയ്തത് നമുക്ക് ലഭ്യമാകുന്നതും അപ്പോഴാണ്.